ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ചിറാപുഞ്ചി ടൗണിൻ്റെ സൊഹറ കണ്ടില്ലായോ? അതിൻ്റെയൊക്കെ ഒരു നൈറ്റ് വ്യൂ ആണ്. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഡിന്നർ കഴിക്കാൻ നമ്മുടെ ഹോം സ്റ്റേയിൽ ഡിന്നർ കിട്ടും. പക്ഷേ ഇന്ന് ദീപാവലിയാണ്. നിങ്ങൾ കാണുന്ന ദിവസം മറ്റൊരു ദിവസം ഉറപ്പായിട്ടുമായിരിക്കും. ഇന്നിവിടെ ദീപാവലിയാണ് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ദീപാവലി ആയതുകൊണ്ട് നമ്മളെല്ലാവരും പുറത്തേക്കൊന്ന് കഴിക്കാമെന്ന സെൻസിൽ വന്നതാണ്. ഇന്നത്തെ ട്രക്ക് ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പോൾ ആ ട്രക്ക് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല എന്തെങ്കിലും ഫുഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. പക്ഷേ സൊഹറ, എനിക്ക് തോന്നുന്നു സൊഹറ അല്ലെങ്കിൽ ചിറാപുഞ്ചി ഇവർ പെട്ടെന്ന് തന്നെ ഷോപ്പുകളൊക്കെ അടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ 6 മണിയാണ്. 6 മണിക്ക് നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും അവസ്ഥ? ആണ്. അത് 5 മണി തൊട്ട് അതേപോലെ ഡാർക്കാവുന്നുണ്ട്. ഞാൻ പറയുക, നിങ്ങൾ ചിന്തിക്കും നമ്മളൊക്കെ നാട്ടിൽ 6 മണിക്ക് എന്താ അവസ്ഥ? അവിടെ ആൾക്കാർക്ക് ഓഫീസ് വിട്ട് വരുന്നതായിരിക്കും അല്ലേ? പക്ഷെ ഇവിടെ 6 മണി എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മളിന്ന് ഓറഞ്ച് റൺ സുവനീർ ഷോ. ഇതാണ് മെനു. ഞാൻ പേയ്മെന്റ് കൊടുക്കട്ടെ. ഓ, ഇവിടെ ദിവാലിയുടെ ഡെക്കറേഷൻ ആട്ടാ. എന്താ ഇവിടെ നല്ല നോയ്സാണ്. അയ്യോ, കാല് പിടിക്കുന്നത്. എൻ്റെ പൊന്നു ഗൈസ്, ഈ ട്രെക്കിംഗ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ചേട്ടനിതാണ് അവിടെ ഇത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. ഞങ്ങളിവിടെ പുള്ളി കഴിക്കാൻ വന്നു. പുള്ളി മാന്യനാണ്. പുള്ളിയുടെ ഫുഡ് ഓർഡർ ചെയ്യണ്ട, പുള്ളി കാശ് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളിവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ കാര്യമാണ്. കാരണം പുള്ളി നമ്മളോട് എക്സ്ട്രീമാണ് മര്യാദയ്ക്ക് പെരുമാറുന്നത്. നമ്മളത് തിരിച്ചു കൊടുക്കുമ്പോൾ പക്ഷേ പുള്ളിക്കത് പറയേണ്ട കാര്യം നമ്മളോട് ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സ് ഒരിക്കലും നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഭാഗത്ത് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ട്. ഞാൻ ഉറപ്പാടും പോസ്റ്റ് ചെയ്യും. എനിക്ക് പറ്റുന്ന കാര്യം അവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുഡിനെ ഞാൻ വളരെ കാണിക്കും. ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ബട്ടർ റോട്ടിയും എന്താ പറയുക കറിയുമാണ്. ഫുഡ് എത്ര നല്ലതായാലും ശരി തന്നെ അവർ പെരുമാറ്റം നല്ലതായില്ലെങ്കിൽ കാര്യമില്ല. ഈ പ്രീപെയ്ഡ് ഫുഡ് അല്ലായിരുന്നു. ഞാൻ ഈ മൊമ്മ ഞാൻ ഇവിടെ വിട്ടാനായിരുന്നു. ഫുഡ് പ്രീപെയ്ഡ് ആയതുകൊണ്ട് മാത്രം നമ്മളിവിടെ നിൽക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതാണ് നമ്മുടെ ഫുഡ്. 4 ബട്ടർ റോട്ടി കറി. ഇതിനാണ് നമ്മൾ 420 മേടിച്ചത്. പള്ളി പോയി പറഞ്ഞാൽ മതി. അത് എത്ര നല്ല ഫുഡ്, നല്ല ഫുഡിൻ്റെ ക്വാളിറ്റി എനിക്കറിയില്ല. എത്ര നല്ല ഫുഡ് തന്നാലും കൂടെ നിൽക്കുന്ന ആൾക്കാരെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരാൾ അതിനൊരു കാര്യമില്ല. എൻ്റെ പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ ഞാൻ എഴുതിയിടും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ പറയാനുള്ള കാര്യം ഞാൻ അവരോട് പച്ചയ്ക്ക് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും പോത്തനായി പോകും. ഒരു രാജമാണിക്കത്ത് മമ്മൂക്ക പറയുന്നല്ലേ, വെറും വിട്ടുപോകത്തല്ലേ. കാരണം നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കാര്യമുണ്ട്. പുള്ളിക്ക് പരാതിയോ പരിഭവമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മീനിങ് ഞാൻ അപ്പോഴൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേര് ഞാൻ ചിലക്കാൻ നിൽക്കുന്നതല്ല മീനിങ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.